impedance and phase difference. Okay, it's clear ആണ്. Next, we have to discuss the concept of power factor. Okay, power factor എന്നുള്ളൊരു ടേം കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? What is power factor? Power factor, PF. ഓക്കെ, നമ്മുടെ കുറേ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിൻ്റെ കൂടെയൊക്കെ ഈ പവർ ഫാക്ടർ സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, സോ പവർ ഫാക്ടറിന് ആക്ച്വലി നമുക്ക് 3 ഡെഫിനിഷൻസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഡെഫിനിഷൻ വരുന്നത് കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ എ ഗിവൺ എ സി സർക്യൂട്ട്, ദാറ്റ് ഈസ് കോൾഡ് പവർ ഫാക്ടർ. എന്താണ് കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്? പവർ ഫാക്ടറിന്റെ ഒരു ഡെഫിനിഷൻ അതാണ്. ഓക്കെ, ഒരു എ സി സർക്യൂട്ടിലുള്ള വോൾട്ടേജ് ആൻഡ് കറണ്ട് അത് തമ്മിലുള്ള ആംഗിളിന്റെ കൊസൈൻ. സോ കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ voltage and current in an AC circuit, that is called power factor. So we can define or we can express power factor as PF is equal to cos phi, where phi is the angle between voltage and current in an AC circuit. Okay, so that is first definition. Okay, and second one endana, power factor is a ratio of resistance to the impedance in an AC circuit. AC circuit ulla resistance ratio of resistance to impedance, that is power factor is equal to resistance divided by impedance. adu endana oru definition for power factor aanu. And there is another third definition, that is power factor is the ratio of active power to the apparent power in an AC circuit. Power factor has another definition as it's a ratio of active power P divided by apparent power S. So, and there are 3 definitions. It can be defined as the cosine of the angle between voltage and current in an AC circuit. It is the ratio of resistance to the impedance in an AC circuit, or it is the ratio of active power to the apparent power in an AC circuit. ഓക്കെ, സോ ഇത് ക്ലിയർ ആണ് അല്ലേ? കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്നുള്ളത് ക്ലിയർ ആണ്. ഒരു എ സി സർക്യൂട്ടിലുള്ള വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും തമ്മിലുള്ള ആംഗിൾ, അതിന്റെ കൊസൈൻ ആണ് പവർ ഫാക്ടർ. ഓക്കെ, ആൻഡ് ഈ ഇംപിഡൻസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കോൺസെപ്റ്റ് ഓഫ് ഇംപിഡൻസ് ഡിസ്കസ് ചെയ്തുവല്ലോ. ഓക്കെ, ഇവിടെ നിങ്ങൾ വേറൊരു ടേം കൂടി ഉണ്ട്, അത് ഞാൻ അപ്പോൾ പറഞ്ഞില്ല. ഇവിടെ വേറൊരു ടേം കൂടി നമുക്ക് കൺസിഡർ ചെയ്യാനുണ്ട്. നിങ്ങൾ കോൺസെപ്റ്റ് ഓഫ് ഇംപിഡൻസ് ചോദിക്കുമ്പോൾ ഇത് മസ്റ്റ് ആയിട്ട് വരക്കുകയും വേണം. ദാറ്റ് ഈസ് ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയും. ഓക്കെ, ഇംപിഡൻസ് ട്രയാങ്കിൾ. എന്താണ് ഇംപിഡൻസ് ട്രയാങ്കിൾ? ദിസ് ഈസ് R and this is X and this is Z and the angle is phi. So this is called the impedance triangle. X-axis like R, then adinu vertical ആയിട്ട് reactance, then vector sum, vector R plus vector X അല്ലേ? Z is equal to what? Z is equal to R plus JX. So ഇതാണ് Z വരുന്നത്. Then ഈ ഒരു ആംഗിൾ ആണ് ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ നോക്കിയേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപിഡൻസ് ട്രയാങ്കിൾ. ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ കോൺസെപ്റ്റ് ഓഫ് ഇംപിഡൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഇംപിഡൻസ് ട്രയാങ്കിൾ മസ്റ്റ് ആയിട്ട് വരക്കണം. ഓക്കെ, ഇനി ഇതിൽ നോക്കിയേ, ഇതിൽ കോസൈൻ എങ്ങനെ എഴുതാം? ഇവിടെ കാണിക്കുന്നുണ്ട്. കോസ് ഫൈ is equal to what? This is phi. Cos phi is equal to adjacent side by hypotenuse ആണ് അല്ലേ? ഇവിടെ adjacent side ഏതാണ്? R ആണ്, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്താണ്? Z ആണ്. ഓക്കെ, അപ്പൊ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഫാക്ടർ ആണ്. സോ ഈ ഇംപിഡൻസ് ട്രയാങ്കിൾ നമുക്കൊരു ഡെഫിനിഷനിലേക്ക് എത്താം ഫോർ കോസ് ഫൈ. എന്താണ്? ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ടു ദി ഇംപിഡൻസ്. ഓക്കെ, ഇപ്പൊ ഇത് ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ഡെഫിനിഷനും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇതെന്താണ്? ഇംപിഡൻസ് ട്രയാങ്കിൾ ആണ്. ഇംപിഡൻസ് ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കുക? Z is equal to what? R plus JX ആണ്. ഓക്കെ, സോ R എന്ന് പറയുന്നത് റിയൽ പാർട്ട് ആണ്, റിയാക്ടൻസ് എന്ന് പറയുന്നത് ഇമേജിനറി പാർട്ട് ആണ്. സോ നമ്മൾ വെർട്ടിക്കൽ ഇതുപോലെ വരയ്ക്കും. ഇനി അതിന്റെ വെക്ടർ സം ആയിരിക്കും Z is equal to R plus JX ആണ്. ആൻഡ് ആ ആംഗിൾ ആണ് ഫൈ. സോ ഈ ഒരു ഫ്രം ദ ഇംപിഡൻസ് ട്രയാങ്കിൾ വി ക്യാൻ റൈറ്റ് കോസ് ഫൈ is equal to R by Z. സോ ഇറ്റ് ഈസ് ദ another definition for power factor, that is ratio of resistance to the impedance. Okay, ഇനി
പിന്നെ മൂന്നാമത്തെ വരുന്നത് എന്താണ്? റേഷ്യോ ഓഫ് ആക്റ്റീവ് പവർ ടു ദി അപ്പാരന്റ് പവർ ആണ്. ഓക്കെ, അത് നമ്മൾ ആക്റ്റീവ് പവർ എന്താ അപ്പാരന്റ് പവർ എന്താന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ വരക്കാൻ പറ്റും, പവർ ട്രയാങ്കിൾ വരക്കാൻ പറ്റും. ഓക്കെ, ഫ്രം ദ പവർ ട്രയാങ്കിൾ വി ക്യാൻ സേ ദാറ്റ് പവർ ഫാക്ടർ cos phi is equal to active power to the apparent power. It is a ratio of active power to the apparent power. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ മൂന്ന് ഡെഫിനിഷൻസ് ക്ലിയർ ആയി. ഇനി ആക്ച്വലി എന്താണ് ഈ പവർ ഫാക്ടർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്? പവർ ഫാക്ടറിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ പവർ ഫാക്ടർ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ പവർ ഫാക്ടർ ക്യാൻ വാരി ഫ്രം cos phi is equal to 0 and cos phi is equal to 1. ഇതാണ് ഇതിന്റെ റേഞ്ച്. പവർ ഫാക്ടർ വാല്യൂ ഫോർ പവർ ഫാക്ടർ ക്യാൻ വാരി ഫ്രം 0 to 1. ഇതിന്റെ മിനിമം വാല്യൂ 0 ആണ്, മാക്സിമം വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പോൾ മിനിമം ടു മാക്സിമം. ഓക്കെ, അപ്പോൾ മിനിമം വാല്യൂ 0 ആണ്, മാക്സിമം വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പം ഒരു ഏതെങ്കിലും ഒരു ഇലക്ട്രിക് എക്യുപ്മെന്റ് പറയാണ്, ഇപ്പൊ നോർമലി നമുക്ക് പവർ ഫാക്ടർ 1 ആണെങ്കിൽ ആ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആ പവർ മുഴുവൻ 100% പവറും നമ്മൾ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, യൂസ്ഫുൾ വർക്ക്, നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ വർക്ക് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു 0.8 ഒക്കെയാണ് പറയുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ പവറിന്റെ 80% മാത്രമേ നമുക്ക് യൂസ്ഫുൾ വർക്കിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അതാണ് ആ ഒരു കോൺസെപ്റ്റ്, പവർ ഫാക്ടറിന്റെ കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് എപ്പോഴും പവർ ഫാക്ടർ യൂണിറ്റി ആയിരിക്കുക, അതാണ് നമ്മുടെ എയിം. പവർ ഫാക്ടർ എന്ന് പറയുന്നത് യൂണിറ്റി ആയിരിക്കണം, 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവും, നമ്മൾക്ക് കിട്ടുന്ന പവർ 100% അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ബട്ട് പ്രാക്ടിക്കലി ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഓക്കെ, പ്രാക്ടിക്കൽ കേസിൽ ഇത് പോസിബിൾ അല്ല. നമുക്കിപ്പോൾ ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടാക്കുന്നത് ജനറേറ്റേഴ്സ്, അത് കൺവേർട്ട് ചെയ്തിട്ട് യൂസ്ഫുൾ വർക്ക് ചെയ്യുന്നത് ബൈ മോട്ടോഴ്സ് ഒക്കെയാണ്. അപ്പോൾ മോട്ടോഴ്സ്, ജനറേറ്റേഴ്സ് ഒക്കെ എന്താണ്? ദേ ആർ കൺസിസ്റ്റിംഗ് ഓഫ് കോയിൽസ്. ഓക്കെ, വൗണ്ട് ചെയ്ത കുറെ കോയിൽസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്താണ്? ഇൻഡക്റ്റീവ് നേച്ചർ ആണ്. അപ്പൊ ഇൻഡക്റ്റീവ് നേച്ചർ ആവുന്ന സമയത്ത് മോട്ടോഴ്സും ജനറേറ്റേഴ്സും ഒക്കെ ഇൻഡക്റ്റീവ് നേച്ചർ ആണ്. സോ അവിടെയൊക്കെ എന്താണ്? ഒരു ലാഗിങ് പവർ ഫാക്ടർ ആണ് ഉണ്ടാകുക. ഓക്കെ, പവർ ഫാക്ടർ എപ്പോഴും നമുക്ക് പ്രാക്ടിക്കലി നമുക്കതൊരു അറൗണ്ട് 0.6 to 0.8 ആ റേഞ്ചിലേക്ക് കിട്ടുള്ളൂ. ഒരിക്കലും യൂണിറ്റി പവർ ഫാക്ടർ ഉണ്ടാകില്ല. ഓക്കെ, ബട്ട് നമ്മുടെ എയിം എന്താണ്? പവർ ഫാക്ടർ ടു മേക്ക് ഇറ്റ് ആസ് എ യൂണിറ്റി, പവർ ഫാക്ടർ 1 ആക്കണം എന്നാണ് നമ്മുടെ ആ ഒരു എയിം. അത് പക്ഷേ ഐഡിയൽ കേസാണ്. ഓക്കെ, പ്രാക്ടിക്കൽ കേസിൽ പോസിബിൾ അല്ല. അപ്പം പവർ ഫാക്ടർ കറപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അത് വേറെ തന്നെ ഒരു ടേം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, നമുക്കതിലേക്ക് പോകണ്ട. പിന്നെ ഒരു കാര്യം ഓർത്ത് വെക്കുക, ലോഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന ലോഡ് ഇൻഡക്റ്റീവ് ആണെങ്കിൽ ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ലോഡ് ഇൻഡക്റ്റീവ് നേച്ചർ ആണ് എങ്കിൽ ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും. ഓക്കെ, ഇനി ഇത് കപ്പാസിറ്റീവ് ലോഡ് ആണെങ്കിൽ ലീഡിങ് പവർ ഫാക്ടർ ആയിരിക്കും. ഓക്കെ, യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റീവ് ലോഡ് ആണെങ്കിൽ ലീഡിങ് പവർ ഫാക്ടർ ആയിരിക്കും. നമ്മൾ മോസ്റ്റ്ലി ഇപ്പോൾ ഒരു ഗ്രിഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അണ്ടറിൽ കുറേ ലോഡ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ഒരു ഇൻഡസ്ട്രി ഒക്കെ വരികയാണെങ്കിൽ ഇൻഡസ്ട്രീസിലൊക്കെ കുറേ ഇൻഡക്റ്റീവ് ലോഡ്സ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഓൾസോ ജനറേറ്റർ, മോട്ടോർ സെറ്റൊക്കെ എന്താണ്? ഇൻഡക്റ്റീവ് നേച്ചർ ആണ്. സോ എല്ലാം ഇൻഡക്റ്റീവ് ലോഡ്സ് ആണ്. സോ നോർമലി എന്ത് ചെയ്യും? പവർ ഫാക്ടർ ലാഗ് ചെയ്യും. പവർ ഫാക്ടർ ലാഗ് ചെയ്യും ഇൻ ദ സെൻസ് അതിന്റെ വാല്യൂ കുറയും, 0.6 0.5 റേഞ്ചിലേക്കൊക്കെ വരും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി, അപ്പം അങ്ങനെയാകുന്ന സമയത്ത് പവർ ഫാക്ടർ ലാഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം പവർ അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്കതിനെ മാറ്റി പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള കേസിൽ നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് കപ്പാസിറ്റേഴ്സ് ആഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ കപ്പാസിറ്റേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ലീഡിങ് പവർ ഫാക്ടർ ആണ്. ഓക്കെ, സോ ഈ ഇൻഡക്റ്റീവ് നേച്ചർ കൊണ്ടുള്ള പവർ ഫാക്ടറിലുള്ള ആ ഒരു റിഡക്ഷൻ എന്ത് ചെയ്യും? ഈ കപ്പാസിറ്റർ കോമ്പൻസേറ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഈ കുറെ കപ്പാസിറ്റർ ബാങ്ക്സ് ഒക്കെ യൂസ് ചെയ്ത് പവർ ഫാക്ടർ കറക്ഷൻ ചെയ്യുന്നുണ്ട്, പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയി പഠിക്കേണ്ട ഒരു ടേം ഉണ്ട്. ബട്ട് നിങ്ങൾ ഇപ്പം ജസ്റ്റ് ഇതിന്റെ ഡെഫിനിഷൻ മാത്രം നോക്കിയാൽ മതി. 3 ഡെഫിനിഷൻസ് ഉണ്ട്. Okay, it is a cosine of the angle between voltage and current in an AC circuit. It is the ratio of resistance to the impedance in an AC circuit, and it is a ratio of active power to the apparent power. Okay, and അതുപോലെ
സെക്കൻഡ് ഡെഫിനിഷൻ പറയുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ടും അതിൻ്റെ ഇംപെഡൻസ് ട്രയാങ്കിൾ വരക്കണം. തേർഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് പവർ ട്രയാങ്കിൾ വരക്കണം. പവർ ട്രയാങ്കിൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഫസ്റ്റ് ഡെഫിനിഷൻ ആണെങ്കിൽ ഈ ഒരു ഫിഗർ വരച്ചാൽ മതി. വി ആൻഡ് ഐ ആൻഡ് ബിറ്റ്വീൻ ദ ആംഗിൾ 5 മാർക്ക് ചെയ്തിട്ട് കാണിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഈ ഒരു പോയിന്റ് എഴുതണം. ഇൻഡക്റ്റീവ് ആണെങ്കിൽ എന്താണ്? ലാഗിങ് പവർ ഫാക്ടർ ആണ്. കപ്പാസിറ്റീവ് ആണെങ്കിൽ ലീഡിങ് പവർ ഫാക്ടർ ആണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഒരു പോയിന്റും കൂടി ആഡ് ചെയ്യുക. ദ കോസ്ഫൈയുടെ വാല്യൂ ഇറ്റ്സ് ക്യാൻ ദ പവർ ഫാക്ടർ വാല്യൂ ക്യാൻ ബി വേരിഡ് ഫ്രം 0 to 1. ഓക്കെ, അതിന്റെ മിനിമം വാല്യൂ 0 ആയിരിക്കും, മാക്സിമം വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, ഇതാണ് പവർ ഫാക്ടറിന്റെ കോൺസെപ്റ്റ്. ഓക്കെ, പവർ ഫാക്ടർ ക്ലിയർ ആണോ? അതിന്റെ ആ ഒരു ഡെഫിനിഷൻസ് ആൻഡ് എങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് പവർ ഫാക്ടർ എന്ന് ചോദിച്ചാൽ ഇത്ര മതി. ആ 3 ഡെഫിനിഷൻസ് ചെയ്ത് പവർ ട്രയാങ്കിളും ഇംപെഡൻസ് ട്രയാങ്കിളും വരക്കുക. പിന്നെ ഇൻഡക്റ്റീവ് ആണെങ്കിൽ ലാഗിങ്, കപ്പാസിറ്റീവ് ആണെങ്കിൽ ലീഡിങ്, അത് മാർക്ക് ചെയ്യുക. പിന്നെ അതിന്റെ റേഞ്ച് 0 to 1 ആണ് മാക്സിമം എന്നുള്ളത് കാണിക്കുക. ഓക്കെ, ദെൻ അതിന്റെ ശരിക്കും ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് പവർ ഇനി നേസി സർക്യൂട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, പവറിന്റെ കാര്യം കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. എന്നാലും ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? വാട്ട് ഈസ് പവർ ഫാക്ടർ എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പവർ ഇൻ എ സി സർക്യൂട്ട് നോക്കാം. ഓക്കെ, സോ പവർ ഇൻ എൻ എ സി സർക്യൂട്ട്. Okay. So an AC circuit contains resistors, inductors, and capacitors. Okay. As a result, current will lag or lead by a certain angle called phase angle. നമുക്ക് അറിയുന്ന ഒരു പോയിന്റ് ആണ് അല്ലേ? എന്താണ്? എ സി സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് മാത്രമല്ല, ഇൻഡക്ടേഴ്സ് ഉണ്ടാവും, കപ്പാസിറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആയിട്ട് എപ്പോഴും അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ആൻഡ് കറണ്ട് തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. Okay, that is current will lag or lead by a certain angle called phase angle. Okay, അതൊരു എ സി സർക്യൂട്ടിൽ ഉള്ളതാണ്. ഓക്കെ, അങ്ങനെ ഒരു ഫേസ് ഡിഫറൻസ് കൊണ്ട് നമുക്ക് ഇപ്പൊ ഡി സി പവറിന്റെ കേസ് ആണെങ്കിൽ ഒറ്റൊരു പവറേ ഉള്ളൂ, വി ഇൻറ്റു ഐ, അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. ഓക്കെ, ബട്ട് എ സിന്റെ സർക്യൂട്ട്സിന്റെ കേസിൽ നമ്മൾ ഇതുപോലെ ഒരു വോൾട്ടേജ് ലാഗ് ആൻഡ് ലീഡ് വരുന്നത് കൊണ്ട്, കറണ്ട് ലാഗ് ലീഡ് വരുന്നത് കൊണ്ട്, ഒരു വോൾട്ടേജ് ആൻഡ് കറണ്ട് തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് വരുന്നത് കൊണ്ട് അവിടെ നമുക്ക് 3 പവേഴ്സിന് represent ചെയ്യാൻ പറ്റും. ഓക്കെ, in the case of an AC circuit there are 3 power. ഓക്കെ, അതെന്തൊക്കെയാണ്? ഒന്ന് ആക്റ്റീവ് അല്ലെങ്കിൽ ട്രൂ പവർ അല്ലെങ്കിൽ റിയൽ പവർ. ഫസ്റ്റ് വൺ. ഓക്കെ, എന്താണ്? ആക്റ്റീവ് പവർ അല്ലെങ്കിൽ ട്രൂ പവർ അല്ലെങ്കിൽ റിയൽ പവർ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ റിയാക്റ്റീവ് പവർ ആൻഡ് തേർഡ് വൺ അപ്പാരന്റ് പവർ. ഓക്കെ, അപ്പൊ എന്താണ് ആക്റ്റീവ് പവർ, എന്താണ് റിയാക്റ്റീവ് പവർ, എന്താണ് അപ്പാരന്റ് പവർ? ഓക്കെ, ആക്ച്വലി ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ അതാണ് നമുക്കുള്ള യൂസ്ഫുൾ പവർ. ഓക്കെ, ഇപ്പൊ നമുക്കിപ്പം ഒരു 20, ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ, 20 വാട്ട് പവർ ഉണ്ട് കയ്യിലെങ്കിൽ അതിൽ നമ്മൾ എന്ത് വർക്ക് ചെയ്യാനാണോ ആ പവർ യൂസ് ചെയ്യുന്നത്, അപ്പൊ ആ വർക്ക് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്ന പവർ ഇപ്പൊ ആ 20 പവറും മൊത്തമായിട്ട് നമുക്ക് കിട്ടില്ല. എ സി സർക്യൂട്ട്സിന്റെ കേസിൽ 20 പവർ മൊത്തമായിട്ട് കിട്ടില്ല. അതിലൊരു ഇപ്പൊ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 16 വാട്ട് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ആ 16 വാട്ടാണ് എന്ത്? ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. നമ്മൾ ആ യൂസ്ഫുൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന പവർ ആണ് ആക്റ്റീവ് പവർ. ഓക്കെ, ആൻഡ് റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആക്ച്വലി ആവശ്യമാണ്, ബട്ട് ആ റിയാക്റ്റീവ് പാർട്ട് നമുക്ക് നമ്മുടെ വർക്ക് ടേണിൽ യൂസ്ഫുൾ ആവുന്നില്ല. ഓക്കെ, അപ്പാരന്റ് പവർ എന്ന് പറയുന്നത് ഇത് രണ്ടിന്റെയും ടോട്ടൽ ആണ്. ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് മൊത്തമായിട്ടുള്ള പവർ ആണ് അപ്പാരന്റ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആക്റ്റീവ് പവർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ആക്ച്വൽ പവർ കൺസ്യൂംഡ് ബൈ എൻ എ സി സർക്യൂട്ട്. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് ഇൻ ഫേസ് കോമ്പണന്റ് ഓഫ് കറണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 3 ഡിഫറെന്റ് പവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഫേസർ ഡയഗ്രാം പഠിക്കുക വേണ്ടേ? ഇവിടെ കണ്ടോ, ഈ ഒരു ഫേസർ ഡയഗ്രാം പഠിക്കണം. എന്താണ്? ഫസ്റ്റ് റെഫറൻസ് വി എടുക്കുക, വോൾട്ടേജ് എടുക്കുക. ഓക്കെ, ആൻഡ് റെഫറൻസ് വോൾട്ടേജ് എടുക്കുക. ദെൻ കറണ്ട് ഐ എന്താ? ഒരു ഫേസ് ആംഗിൾ 5
ലീഡ് ചെയ്തിട്ടാണ്. ഓക്കെ, ലീഡ് ഓർ ലാഗ് അതെന്തും ആകാം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻ ഫേസ് ആൻഡ് ഔട്ട് ഓഫ് ഫേസ് രണ്ട് കോമ്പണൻസും ഇതിന്റെ ഇൻ ഫേസ് കോമ്പണന്റ് എന്താണ്? ഇവിടെ എന്തായിരിക്കും വരിക? ഐ ആണ്, ആംഗിൾ ഫൈ ആണ്. സോ ഈ വാല്യൂ എന്തായിരിക്കും? ഐ കോസ് ഫൈ ആയിരിക്കും അല്ലെ? ഐ ഇൻറ്റു കോസ് ഫൈ ആയിരിക്കും. അതിന്റെ ക്വാഡ്രേച്ചർ കോമ്പണന്റ് ഏതായിരിക്കും? ഇതെന്തായിരിക്കും? ഐ സൈൻ ഫൈ ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനൊരു ഫേസർ ഡയഗ്രം കൺസിഡർ ചെയ്യാം. ഇതില് പ്രൊഡക്റ്റ് ഓഫ് ഇതില് വിയുടെ ഇൻഫേസ് വരുന്ന ഏതാണ്? ഐ കോസ് ഫൈ ആണ് അല്ലെ? സോ ഇതാണ് ഇതിന്റെ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് ഇൻഫേസ് കോമ്പണന്റ്, ദാറ്റ് ഈസ് വി ഇൻറ്റു ഐ കോസ് ഫൈ. അതാണ് ആക്റ്റീവ് പവർ, ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു വി ഐ കോസ് ഫൈ. ഓക്കെ, അതിന്റെ യൂണിറ്റ് വാട്ടിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇനി റിയാക്റ്റീവ് പവർ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് റിയാക്റ്റീവ് കോമ്പണന്റ് ഓഫ് കറണ്ട്. റിയാക്റ്റീവ് അല്ലെങ്കിൽ ക്വാഡ്രാച്ചർ കോമ്പണന്റ്. റിയാക്റ്റീവ് കോമ്പണന്റ് ഏതാണ്? ഇതിന്റെ ഐ സൈൻ ഫൈ ആണ്. സോ വി ഇൻറ്റു ഐ സൈൻ ഫൈ ആണ് റിയാക്റ്റീവ് പവർ. ഓക്കെ, സോ വി ഇൻറ്റു ഐ സൈൻ ഫൈ ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് റെപ്രസെന്റഡ് ഇൻ വി എ ആർ. വി എ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആൻഡ് ഇൻ റിയാക്റ്റീവ് കോമ്പണന്റ് ആയതുകൊണ്ട് വി എ ആർ. Okay, and apparent power എന്താണ്? It is a product of voltage and current, just V into I. Okay, and its unit is VA. Okay, ഇതാണ് 3 പവർ എന്ന് പറയുന്നത്. ആക്റ്റീവ് പവർ എന്ന് പറയുന്നത് ആക്ച്വൽ പവർ ആണ്. ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് ഇൻഫേസ് കോമ്പണന്റ് ഓഫ് കറണ്ട് ആണ്. റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് റിയാക്റ്റീവ് കോമ്പണന്റ് ഓഫ് കറണ്ട് ആണ്. അപ്പാരന്റ് പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് V into I ആണ്. Active power in the unit is watt and reactive power its unit is VAR, and for apparent power its unit is V into I. Okay, clear ആണോ? ഇവിടെ എന്താ ഇൻഫേസ് കോമ്പണന്റും റിയാക്റ്റീവ് കോമ്പണന്റും വന്നെന്ന് മനസ്സിലായിട്ടില്ലേ? വി നമ്മൾ റെഫറൻസ് എടുത്തു, ഐ ഒരു ആംഗിൾ ഫൈ ലീഡ് ചെയ്യാണ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഈ പോയിന്റ് ദിസ് ഇസ് എക്സ് ആൻഡ് ദിസ് ഇസ് വൈ. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്? ആർ കോസ് ഫൈ. സോ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് ഫൈ. ഇവിടെ അത് വന്നു. വൈ ഇസ് ഈക്വൽ ടു വാട്ട്? ആർ സൈൻ ഫൈ. സോ വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ ഫൈ. ഇവിടെ ആർ എന്താണ്? ക്യാപിറ്റൽ ഐ ആണ്. സോ ഇവിടെ ഐ കോസ് ഫൈ ആൻഡ് ഐ സൈൻ ഫൈ വന്നു. സോ വി ഇൻറ്റു ഇൻഫേസ്, ഇത് കണ്ടോ, വിയുടെ അതേ ഫേസിലാണ് ഐ കോസ് ഫൈ ഉള്ളത്. സോ വി ഇൻറ്റു ഇൻഫേസ് കോമ്പണന്റ് ഓഫ് കറണ്ട് is active power, and V into reactive component of current I sin phi, I sin phi into V, that is reactive power, and V into I, just V into I, അതാണ് apparent power. ഓക്കെ, ഇനി ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എന്താണ്, ഇപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പവർ ഇപ്പം ഡി സി സർക്യൂട്ട്സിന്റെ കേസിലാണെങ്കിൽ ഒരു സിംഗിൾ പവറേ ഉണ്ടാവുള്ളൂ. ബട്ട് AC സർക്യൂട്ട്സിന്റെ കേസിലാണെങ്കിൽ എന്താണ്? 3 പവേഴ്സ് വരും. ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ ആൻഡ് അപ്പാരന്റ് പവർ. ഓക്കെ, അപ്പോൾ ആ ഒരു സിമ്പിൾ എക്സാമ്പിൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അത് എന്താണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു ചെറിയ കേസ് കൺസിഡർ ചെയ്യുക. ഇപ്പം എനിക്ക് എൻ്റെ ഈ ഒരു പൊസിഷനിൽ ഒരു സ്ഥലത്ത് ഞാൻ വീട് എടുക്കുകയാണ്. ഓക്കെ, ഞാനൊരു സ്ഥലത്ത് വീട് എടുക്കുകയാണ്. അപ്പം വീട് എടുക്കേണ്ട ആ ഒരു ഏരിയ, ഞാൻ കണ്ടുവച്ചിരിക്കുന്ന ഏരിയയിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ മിഡിൽ ഒരു റിവർ ക്രോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്ന ലാൻഡ് എന്ന് എനിക്ക് ആ വീടെടുക്കേണ്ട പ്ലേസിലേക്ക് പോകണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു റിവർ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താ ചെയ്യാം? ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു 100 ചാക്ക് സിമെന്റ്, ഓക്കെ, ഒരു 100 ചാക്ക് സിമെന്റ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. എന്തിനാണ്? എനിക്ക് വീടെടുക്കാൻ വേണ്ടി ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം 100 ചാക്ക് സിമെന്റ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. അപ്പം വീടെടുക്കാൻ എനിക്ക് അപ്പുറത്തെ ആ ഒരു ലാൻഡിലേക്ക് പോകണമെങ്കിൽ എനിക്ക് നിർബന്ധമായിട്ട് നടുക്ക് ആ ഒരു റിവറിന് അക്രോസ് എനിക്കൊരു ബ്രിഡ്ജ് ബിൽഡ് ചെയ്യണം. ഓക്കെ, കാരണം ബ്രിഡ്ജ് ഉണ്ടാക്കിയാലേ എനിക്ക് എല്ലാ മെറ്റീരിയൽസും അപ്പുറത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോഴേ എനിക്ക് അവിടെ വീടെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനൊരു 20 ചാക്ക് അത്രയും സിമെന്റ് ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു ബ്രിഡ്ജ് എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ യൂസ് ചെയ്തു. ഓക്കെ, ആ ഒരു റിവറിന് ക്രോസ് ആയിട്ട് ബ്രിഡ്ജ് എടുക്കാൻ വേണ്ടി ഒരു 20 ചാക്ക് ഞാൻ യൂസ് ചെയ്തു. ഇനി ബാക്കി ഒരു 80 ആണുള്ളത് അല്ലേ? ആ 80 വെച്ചിട്ടാണ് ഞാൻ ബാക്കി വീടിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്തത്.
ഓക്കെ 80 പാക്കറ്റ്സ് സിമെന്റ് യൂസ് ചെയ്ത് വീടിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ഫിനിഷ് ചെയ്തു. അപ്പം ഈ ഒരു എക്സാമ്പിളിൽ ഈ 80 എന്ന് പറയുന്നതാണ് ആക്റ്റീവ് പവർ. ഓക്കെ, ആക്ച്വലി എൻ്റെ എയിം എന്താണ്? വീട് കൺസ്ട്രക്ട് ചെയ്യണം അല്ലേ, അതാണ്. അപ്പൊ ഞാൻ ആ വീടിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് 80 പാക്കറ്റ്സ് ആണ് അല്ലെ, 80 പാക്കറ്റ് സിമെന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാണ് ആക്ച്വൽ ആക്റ്റീവ് പവർ. ഓക്കെ, ബട്ട് അവിടെ വീട് എടുക്കണമെങ്കിൽ എനിക്ക് എന്തായാലും അവിടെ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതിന് ഞാനൊരു 20 ചാക്ക് അവിടെ യൂസ് ചെയ്തു അല്ലെ, അതാണ് എന്ത് റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യക്ഷത്തിൽ റിയാക്റ്റീവ് പവർ നമുക്ക് യൂസ്ഫുൾ അല്ല, ബട്ട് നമുക്ക് ആ ആക്റ്റീവ് പവർ കിട്ടണമെങ്കിൽ റിയാക്റ്റീവ് പവറും ആവശ്യമാണ്. അതാണ് ആ ഒരു സിഗ്നിഫിക്കൻസ്. ഓക്കെ, ആൻഡ് ഞാൻ ആദ്യം വാങ്ങിയ ആ ഒരു 100 പാക്കറ്റ് സിമെന്റ് ഇല്ലേ, അതാണ് ടോട്ടൽ പവർ. കാരണം എനിക്ക് ആ വീട് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എന്തായാലും 100 ചാക്ക് വേണം അല്ലേ, അതാണ് ടോട്ടൽ പവർ അല്ലെങ്കിൽ അപ്പാരന്റ് പവർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? എന്താണ് ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ ആൻഡ് അപ്പാരന്റ് പവർ? ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? യെസ്. അപ്പം ആക്ച്വലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പവർ ആക്റ്റീവ് പവർ ആണ്. അതാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പവർ. ബട്ട് ആക്റ്റീവ് പവർ നമുക്ക് കൺസ്യൂം ചെയ്യണമെങ്കിൽ അവിടെ റിയാക്റ്റീവ് പവർ കൂടി ഉണ്ട്, അതുകൂടി കൺസിഡർ ചെയ്യണം. ബട്ട് റിയാക്റ്റീവ് പവർ ആക്ച്വലി നമുക്ക് ആവശ്യമുള്ള പവർ അല്ല, നമ്മുടെ മെയിൻ എയിമിന് ആവശ്യമുള്ള പവർ അല്ല, ബട്ട് നമ്മുടെ മെയിൻ വർക്ക് ഡൺ ചെയ്യണമെങ്കിൽ റിയാക്റ്റീവ് പവർ കൂടി വേണം. ഓക്കെ, രണ്ടിൻ്റെ ആ ഒരു ടോട്ടൽ പവർ ആണ് എന്ത് അപ്പാരന്റ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് പവർ ഇൻ എ സി സർക്യൂട്ട് ചോദിക്കാം. സോ ഈ 3 പവർ എഴുതുക, അതായത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എഴുതുക, ഡെഫിനിഷൻ എഴുതുക. ഓക്കെ, ആക്റ്റീവ് പവർ എന്താണെന്ന് എഴുതുക. പിന്നെ ഇറ്റ് ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് ഇൻഫേസ് കോമ്പണന്റ് എഴുതുക. P is equal to VI cos phi എഴുതുക, ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഇസ് വാട്ട്. റിയാക്റ്റീവ് പവർ ആണെങ്കിൽ ദെൻ ഒരു കാര്യം കൂടി ഉണ്ട്, ആക്റ്റീവ് പവർ റെപ്രസെന്റ് ചെയ്യുന്നത് ബൈ യൂസിങ് എ ലെറ്റർ P ആണ്. ഓക്കെ, P is equal to VI cos phi ആണ്. ആൻഡ് റിയാക്റ്റീവ് പവർ റെപ്രസെന്റ് ചെയ്യുന്നത് ബൈ യൂസിങ് എ ലെറ്റർ Q ആണ്. Okay, Q is equal to V sin phi and its unit is VAR, and apparent power is represented by using a letter capital S, and S is equal to V into I and its unit is VA. Okay, so and here ഇതിനൊരു പവർ ട്രയാങ്കിൾ ഉണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ P ആണ് ഇൻ ഫേസ് കോമ്പണന്റ് ആയിട്ട് എടുക്കുക, ദാറ്റ് ഈസ് VI cos phi. ഓക്കെ, ആൻഡ് അതിന് റിയാക്റ്റീവ് കോമ്പണന്റ് ആയിട്ട് എന്ത് ചെയ്യും, Q വരും. ഓക്കെ, Q is equal to VI sin phi, ആൻഡ് അതിന്റെ രണ്ടിന്റെയും വെക്ടർ സം ആയിട്ട് S, apparent power, that is V into I. Okay, so this is called a power triangle. This is called a power triangle. So നമുക്ക് ഇവിടെ വേണമെങ്കിൽ VA എഴുതാം. ഇവിടെ എന്താണ് യൂണിറ്റ് VAR, സോറി ആക്റ്റീവ് പവറിന്റെ യൂണിറ്റ് എന്താണ്, വാട്ട് ആണ്. ഓക്കെ, വാട്ട്. ദെൻ റിയാക്റ്റീവ് പവർ ആണെങ്കിൽ VAR, ആൻഡ് അപ്പാരന്റ് പവർ ആണെങ്കിൽ V into A, ആൻഡ് ദിസ് ഇസ് ദ ആംഗിൾ ഫൈ. ഓക്കെ, സോ ഈ ഒരു ഡെഫിനിഷൻ ഈ ഒരു പവർ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇതിൽ കോസ് ഫൈ എന്താണ്, കോസ് ഫൈ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് എന്താണ്, P ആണ്, P/S. കണ്ടോ, അനദർ ഡെഫിനിഷൻ ഫോർ പവർ ഫാക്ടർ. അതെങ്ങനെ വന്നു, ഒന്നും കൂടി വേണമെങ്കിൽ എഴുതാം. P എത്രയാണ്, VI cos phi ആണ് അല്ലേ, സോ V into I into cos phi ഡിവൈഡഡ് ബൈ S എത്രയാണ്, V into I ആണ്, V into I. സോ VI cancel, that is equal to cos phi. So cos phi is equal to active power divided by apparent power. This is another definition for power factor. കിട്ടിയില്ലേ? ഞാൻ അവിടെ പറഞ്ഞ തേർഡ് ഡെഫിനിഷൻ ഈ ഒരു പവർ ട്രയാങ്കിൾ എന്ന് വരുന്നതാണ്. ഇതിന് എന്താണ് പറയാ, ദിസ് ഇസ് കോൾഡ് പവർ ട്രയാങ്കിൾ. ഓക്കെ, ആൻഡ് ഹിയർ ഇവിടെ നിങ്ങൾ പവർ ഫാക്ടറിന്റെ കോൺസെപ്റ്റ് ഒന്ന് നോക്കുക. നോക്കിയേ, നമുക്ക് ടോട്ടൽ 100% പവർ ഉണ്ട്. ഓക്കെ, ടോട്ടൽ 100% പവർ ഉണ്ട്, ദാറ്റ് ഈസ് ദ അപ്പാരന്റ് പവർ. ബട്ട് അതിൽ 80% മാത്രമേ എനിക്ക് എൻ്റെ യൂസ്ഫുൾ വർക്കിന് കിട്ടുന്നുള്ളൂ, ദാറ്റ് ഈസ് കോൾഡ് ആക്റ്റീവ് പവർ. ഓക്കെ, ആക്റ്റീവ് പവർ നമ്മൾ P എന്ന് റെപ്രസെന്റ് ചെയ്യും. ആൻഡ് അതിൽ 20% എന്താണ്, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ 20% പവർ എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവർ ആണ്, Q ആണ്. ഓക്കെ, സോ ഇതിന്റെ പവർ ഫാക്ടർ എന്തായിരിക്കും, ഇതിന്റെ പവർ ഫാക്ടർ എന്തായിരിക്കും, 0.8 ആയിരിക്കും. അതാണ് പവർ ഫാക്ടറിന്റെ സിഗ്നിഫിക്കൻസ്.
ടോട്ടൽ പവർ 100 ഉണ്ടെങ്കിലും അതിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്നത് ഓൺലി 80% ഓഫ് പവർ ആണ്. സോ അതിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.8 ആയിരിക്കും. ഇപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയോ? യെസ്. പിന്നെ ഒറ്റൊരു പോയിന്റ് കൂടി ഇവിടെ ശ്രദ്ധിക്കുക. പവർ ഫാക്ടർ 0.8 ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ എപ്പോഴും എയിം ചെയ്യുന്ന എങ്ങോട്ടാണ്? 100% പവർ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള 100% പവറും യൂസ്ഫുൾ ആക്കണം. അതാണ് നമ്മുടെ എയിം. അതെന്താ ഉദ്ദേശിക്കുന്നത്? പവർ ഫാക്ടർ ഇൻക്രീസ് ചെയ്യിച്ചിട്ട് 0.8 എന്ന് എന്ത് ചെയ്യണം? അത് യൂണിറ്റി ആക്കണം, 1 ആക്കണം, അല്ലെ? അപ്പൊ പവർ ഫാക്ടർ കറക്ഷൻ ചെയ്യണം. അപ്പൊ പവർ ഫാക്ടർ കറക്ഷൻ ചെയ്യണമെങ്കിൽ ഈ 20% റിയാക്റ്റീവ് പവർ ഞാൻ അവിടെ വീടിന് എടുക്കുന്നതിന് മുന്നേ അവിടെ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തു, അല്ലെ? ബട്ട് ആ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ ചെയ്യാതെ ഇനിയിപ്പോൾ അത് ആ ഒരു ലാൻഡ് എന്ന് പറയുന്നത് വേറെയും കുറെ ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പം ഇക്കാലഘട്ടത്തെ കേസൊക്കെ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്യും, ഇപ്പൊ പഞ്ചായത്തിലൊക്കെ അപ്രോച്ച് ചെയ്തിട്ട് ആ ഒരു ഏരിയ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ പഞ്ചായത്തിനോട് നമുക്ക് എന്തെങ്കിലും നിവേദനമൊക്കെ കൊടുത്തിട്ട് അവിടെ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാം, അല്ലേ? അപ്പൊ എന്താ, ഞാൻ എൻ്റെ ഇതിൽ ഞാൻ പൈസ എടുക്കണ്ട, അല്ലെങ്കിൽ ഞാൻ വാങ്ങി വെച്ച 100 പാക്കറ്റ്സ് ഓഫ് സിമെന്റ് ഞാൻ അതിന് യൂസ് ചെയ്യണ്ട, അത് പഞ്ചായത്ത് ചെയ്തോളും. ഓക്കെ, അപ്പൊ എനിക്ക് ആ 20% സേവ് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പൊ ആ 20% കൂടി എനിക്ക് എൻ്റെ വീടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതാണ് ഈ കപ്പാസിറ്റർ ചെയ്യുന്നത്. കപ്പാസിറ്റർ ബാങ്ക്സ് അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു പഞ്ചായത്ത് അവിടെ എങ്ങനെയാണോ ഇൻവോൾവ് ആണ് അതുപോലെ. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെ, ആ സെൻസിൽ എടുക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ തന്നെ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിലാണ് എനിക്ക് ആ 20% അവിടെ പോകും, ബാക്കി 80% മാത്രമേ വീടിന്റെ കൺസ്ട്രക്ഷന് കിട്ടുന്നുള്ളൂ. ഓക്കെ, ബട്ട് അതിപ്പോ ഒരു ജനറൽ കുറെ ആൾക്കാരുള്ള ഒരു ലാൻഡ് ആണ്. അപ്പൊ അവിടെ എന്തായാലും ഒരു പാലം അത്യാവശ്യമാണ്. അപ്പൊ അത് നമ്മളിപ്പം ഗവൺമെന്റിലേക്ക് പഞ്ചായത്തിലേക്കൊക്കെ നിവേദനമൊക്കെ കൊടുത്ത് അവർ കൺസ്ട്രക്ട് ചെയ്ത് തരുവാണെങ്കിൽ എനിക്ക് ആ 20% അവിടെ കളയേണ്ട ആവശ്യമില്ല, അല്ലെ? അപ്പൊ എനിക്ക് 100% കിട്ടും. അപ്പൊ ഗവൺമെന്റ് നിന്ന് വരുന്ന ആ ഒരു ഹെൽപ്പാണ് കപ്പാസിറ്റർ ബാങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പവർ ഫാക്ടർ 0.8 ആണ്. നമുക്കത് യൂണിറ്റിയിലേക്ക് ഇംപ്രൂവ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കപ്പാസിറ്റർ ബാങ്ക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, കപ്പാസിറ്റർ ബാങ്ക്സിൽ ലീഡിങ് പവർ ഫാക്ടർ ആണ്. സോ അത് ബൂസ്റ്റ് ചെയ്യും, പവർ ഫാക്ടർ ബൂസ്റ്റ് ചെയ്യും. സോ എന്താണ് കിട്ടുന്ന ടോട്ടൽ പവർ അതെനിക്ക് മുഴുവനായിട്ട് ആക്റ്റീവ് പവറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് അത് പ്രാക്ടിക്കലി കുറച്ച് ഡിഫിക്കൽട്ടാണ്. പ്രാക്ടിക്കൽ കേസിൽ എന്താണ്, പവർ ഫാക്ടർ യൂണിറ്റി ആക്കുക എന്നുള്ളത് വളരെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മളിങ്ങനെ കപ്പാസിറ്റർ ബാങ്ക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അവിടെ എന്താണ്, ഈ 20% റിയാക്റ്റീവ് പവറിന് എന്താണ് ഈ കപ്പാസിറ്റർ ബാങ്ക് തരും. ഈ 20% റിയാക്റ്റീവ് പവറിന് വേണ്ട ആ ഒരു പവർ കപ്പാസിറ്റർ ബാങ്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, കപ്പാസിറ്റർ ബാങ്ക് എന്ത് ചെയ്യും? റിയാക്റ്റീവ് പവർ പ്രൊവൈഡ് ചെയ്യും. സോ 20% നമുക്ക് അവിടെ കൊടുക്കണ്ട, 100% നമുക്ക് നമ്മുടെ ആക്റ്റീവ് പവറിനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് പവർ ഇൻ എ സി സർക്യൂട്ട് ആൻഡ് പവർ ഫാക്ടർ. അത് രണ്ടും തമ്മിൽ ആ ഒരു റിലേഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റെസ്പോൺസ് ഇല്ലാത്ത? ഓക്കെ, സോ ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പം പവർ ഫാക്ടർ എന്ന് പറയുന്നത് 70% ആണെങ്കിൽ ആക്റ്റീവ് പവർ എത്ര ആയിരിക്കും? റിയാക്റ്റീവ് പവർ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? പവർ ഫാക്ടർ എന്ന് പറയുന്നത് 70% ആണെങ്കിൽ ആക്റ്റീവ് പവർ പി എത്രയായിരിക്കും? റിയാക്റ്റീവ് പവർ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി. പവർ ഫാക്ടറിന്റെ വാല്യൂ 0.7 ആണ്. ഓക്കെ, എൻ്റെ അടുത്തുള്ള ടോട്ടൽ പവർ 10 വാട്ടാണ്. ടോട്ടൽ അപ്പാരന്റ് പവർ എന്ന് പറയുന്നത് 10 വാട്ടാണ്. ഓക്കെ, പവർ ഫാക്ടർ 0.7 ആണ്. സോ ആക്റ്റീവ് പവർ എത്രയാണ്? റിയാക്റ്റീവ് പവർ എത്രയാണ്? ആക്റ്റീവ് പവർ എത്രയാണ്? റിയാക്റ്റീവ് പവർ എത്രയാണ്? പറഞ്ഞേ. പവർ ഫാക്ടർ 0.7 ആണ്. ടോട്ടൽ പവർ 10 ആണ്. ആക്റ്റീവ് പവർ എത്ര? റിയാക്റ്റീവ് പവർ എത്ര? യെസ്, ആക്റ്റീവ് പവർ 7,
റിയാക്റ്റീവ് പവർ ത്രീ. ഓക്കെ ഗുഡ്. ഇപ്പൊ കോൺസെപ്റ്റ് മനസ്സിലായല്ലേ? ഇനി അങ്ങനെ ചിന്തിക്കാതെ ഇക്വേഷൻ വെച്ച് ചെയ്യാം. എസ് ഇസ് ഈക്വൽ ടു വാട്ട്? വി ഇൻറ്റു ഐ ആണ്. അത് എത്ര തന്നു? 10 വാട്ട് തന്നു. ഓക്കെ, സോ പി ഇസ് ഈക്വൽ ടു എന്താണ്? വി ഐ കോസ് ഫൈ ആണ് അല്ലേ? വി ഐ കോസ് ഫൈ ആണ്. കോസ് ഫൈയുടെ വാല്യൂ എത്രയാണ്? 0.7. ബിക്കോസ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ ആണ് അല്ലേ? സോ വി ഇൻറ്റു ഐ 10 ഇൻറ്റു 0.7 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 വാട്ട്. ക്ലിയർ അല്ലേ? ഇനി റിയാക്റ്റീവ് പവർ എന്താണ്? ക്യൂ ഇസ് ഈക്വൽ ടു വാട്ട്? വി ഐ സൈൻ ഫൈ ആണ്. സോ കോസ് ഫൈ നമുക്കറിയാം. 0.7 ആണ് ബിക്കോസ് പവർ ഫാക്ടർ 0.7 ആണ്. സോ ഫൈ കണ്ടുപിടിക്കാം. കോസ് ഇൻവേഴ്സ് 0.7. ഓക്കെ, ഒരു വാല്യൂ കിട്ടും. ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് എക്സ് എന്ന് വിചാരിക്കുക. കോസ് ഇൻവേഴ്സ് 0.7 ചെയ്തു. ഓക്കെ, സോ ക്യൂ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ എത്രയാണ്? അപ്പാരന്റ് പവർ 10 വാട്ട് ആണ്. സോ 10 ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു സൈൻ എക്സ്. ഓക്കെ, വേർ എക്സ് ഇസ് ദ കോസ് ഇൻവേഴ്സ് 5. അങ്ങനെ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ അത് നമുക്ക് കിട്ടിയാൽ ചെയ്ത് കൊടുക്കിയാൽ 3 കിട്ടും. ഓക്കെ, 3 വാട്ട് കിട്ടും. അപ്പം എന്താണ്? പവർ ഫാക്ടർ അറിയാമെങ്കിൽ, ടോട്ടൽ പവർ അറിയാമെങ്കിൽ ആക്റ്റീവ് പവറും റിയാക്റ്റീവ് പവറും കണ്ടുപിടിക്കാം. നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. സോ ഓൾ ദീസ് അബൌട്ട് പവർ ഇൻ എൻ AC സർക്യൂട്ട്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് 2 hours ഒക്കെ നമ്മൾ വെക്ടേഴ്സ്, ഫേസേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ എന്താണ് കോൺസെപ്റ്റ് ഓഫ് ഇംപിഡൻസ് എന്താണെന്ന് നോക്കി. വാട്ട് ഈസ് ഇംപിഡൻസ് ട്രയാങ്കിൾ നോക്കി. ദെൻ വാട്ട് ഈസ് എ കോൺസെപ്റ്റ് ഓഫ് ഫേസ് ഡിഫറൻസ്. ഓക്കെ, അവിടെ നമ്മൾ ഫേസർ റെപ്രസെൻറ്റേഷൻ നോക്കണം. ദെൻ വാട്ട് ഈസ് എ കോൺസെപ്റ്റ് ഓഫ് പവർ ഫാക്ടർ. ഓക്കെ, അതിൽ പവർ ഫാക്ടർ കോസ് ഫൈ, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഓക്കെ, ദെൻ പവർ ഇൻ AC സർക്യൂട്ട്സ്, അതിൽ നമ്മൾ എന്താണ് പവർ ട്രയാങ്കിൾ അതും നോക്കി. പിന്നെ ഒരു പവർ ഫാക്ടറും പവറിനും AC സർക്യൂട്ടും തമ്മിൽ ആ ഒരു റിലേഷൻ, ഓക്കെ, അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഞാൻ ഇന്ന് തന്നെ ഈ PPT ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പം നിങ്ങളത് നീറ്റായിട്ട് പഠിച്ച് നോക്കുക. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.